അളിയൻ ബാബയും 41 കള്ളന്മാരും. വേനലിൽ പൊരിയുന്ന ഹിമാലയവും നൈനിറ്റാളുമൊക്കെ കണ്ടു തളർന്ന് നേരെ എത്തിയത് ഗ്ലോബൽ വാർമിങ്ങിൽ കത്തുന്ന ദുബൈയിലേക്ക്. വറുചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് എന്ന അവസ്ഥ. ചൂട് 50 ഡിഗ്രിക്ക് മേലെ. മധ്യവേനലവധി ആയതുകൊണ്ട് കുട്ടികളുമായി അമ്മമാരൊക്കെ നാട്ടിലേക്ക് കടന്നിരിക്കുന്നു. അടിമക്കണ്ണുകളായ കണവന്മാർക്ക് എന്ത് വേനലവധി. നാട്ടിലെ മഴ ആഘോഷിക്കാൻ പോയാൽ ചിലപ്പോൾ കഞ്ഞികുടി തന്നെ മുട്ടും. അളിയന്മാർ 2 കുടുംബമായി ദുബൈയിൽ തന്നെയുണ്ട്. ഭാഗ്യം, അവരെ ഉപേക്ഷിച്ച് കുടുംബം നാട് പിടിച്ചിട്ടില്ല. മഴ കാണണമെന്ന് പറഞ്ഞ് അവരുടെ കുട്ടികൾ ബഹളം വയ്ക്കുന്നുമുണ്ട്. കാലാവസ്ഥ നോക്കാതെ ഹിമാലയത്തിൽ പെങ്ങൾ എന്നെ കൊണ്ടുപോയി കഷ്ടപ്പെടുത്തിയ കഥ വായിച്ച അളിയന്മാരിലൊരാൾക്ക് മനസ്സിൽ കുറ്റബോധം തോന്നിയത് കൊണ്ടാണോ എന്നറിയില്ല, എന്നെ ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി കുടുംബത്തിനുണ്ടായ മാനഹാനി മാറ്റണമെന്ന വാശി. ആലോചിച്ചപ്പോൾ അതിന് പറ്റിയ സ്ഥലം കാശ്മീർ തന്നെ. സിയാച്ചിനൊക്കെ ആ പ്രദേശത്താണല്ലോ. 365 ദിവസവും മഞ്ഞു മൂടിക്കിടക്കുന്നിടമാണെന്നറിയാം. -60 കാണിച്ചില്ലെങ്കിലും എന്നെ -20 കൊണ്ടുപോയി മരവിപ്പിച്ച് പെങ്ങളെക്കുറിച്ചുള്ള കഥയെഴുത്ത് നിർത്തിക്കണമെന്ന ഗൂഢ ഉദ്ദേശമുണ്ടായിരുന്നതുപോലെ ഐഡിയ കേട്ടതും ഭാര്യഭക്ത അതിനടുത്തുള്ള അമർനാഥിന് കൂടി പോകാൻ പദ്ധതിയിട്ടു. ഒരു വെടിക്ക് 2 പക്ഷി. 40ഓളം വരുന്ന കസിൻസിനെ കൂടി കൂട്ടി കാശ്മീർ ട്രിപ്പ് ഒന്ന് കൊഴുപ്പിക്കാൻ തന്നെ അളിയൻ തീരുമാനിച്ചു. പലരും ഗൾഫിലെ ചൂടിൽ നിന്ന് മോക്ഷം കൊതിച്ച് വരുന്നവരാണ്. തൻ്റെ സംഘടനാ മികവ് കുടുംബക്കാർ കൂടി അറിയട്ടെ എന്ന് കരുതി വളരെയധികം പ്ലാനിങ്ങോട് കൂടിയാണ് കക്ഷിയുടെ നീക്കങ്ങൾ. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, ചെക്ക് ലിസ്റ്റുകൾ എല്ലാവർക്കും നൽകുന്നു, മുന്നറിയിപ്പുകളുടെ പ്രവാഹം. കള്ളന്മാർ മറക്കാതെ കരുതേണ്ട സംഗതി: കൊടും തണുപ്പിലിടേണ്ട വസ്ത്രങ്ങൾ, ഐസിൽ ഉപയോഗിക്കേണ്ട ഷൂസ്, പവർ ബാങ്ക്, ഐസ് വാരിയെടുക്കാനും എറിഞ്ഞു കളിക്കാനുമുള്ള പ്രത്യേക ഗ്ലൗസ് എന്ന് വേണ്ട. ഐസ് പറ്റിയാൽ മുടി ഉണക്കാൻ ഡ്രയർ വരെ കരുതണമെന്ന് അറിയിപ്പുണ്ടായി. നാട്ടിൽ മഴ തകർത്തു പെയ്യുകയാണ്. അവിടെയുള്ള ഏതെങ്കിലും റിസോർട്ടിൽ മഴക്കാറ്റേറ്റ് 2 അടിച്ചിരുന്നാൽ പോരെ എന്ന് പല ആസ്ഥാന കള്ളടിയന്മാരും ചോദിച്ചു. ഏജന്റിന് പണം കൊടുത്തു കഴിഞ്ഞതുകൊണ്ട് തണുപ്പത്ത് കാശ്മീരിലെ ഐസിട്ടടിക്കുന്നത് വർണ്ണിച്ചവരെ അളിയൻ കൊതിപ്പിച്ച് വീഴ്ത്തി. മുറ്റത്ത് വെള്ളത്തിൽ വള്ളം ഓടിക്കുന്ന കുട്ടികളെ ഐസ് വാരി എറിയുന്നത് പറഞ്ഞ് മയക്കിയതോടെ അവരും റെഡി. മോതിരത്തിനുള്ളിലൂടെ കടത്താവുന്ന കാശ്മീർ സാരിയുടെ കഥ കേട്ടതോടെ വനിതാ സംഘത്തിൻ്റെ മുഖത്ത് മീൻ വറുക്കുമ്പോൾ പൂച്ചകൾക്കുണ്ടാവുന്ന പോലൊരു ഭാവമാറ്റം. ഞങ്ങൾക്ക് അമർനാഥ് ക്ഷേത്ര ദർശനത്തിനുള്ള അനുവാദം കിട്ടിയ ദിവസം അനുസരിച്ച് 2 ദിവസം സംഘത്തോടൊപ്പം കൂടാം. ഏജന്റ് അതിനനുസരിച്ച് യാത്രയിൽ ചില മാറ്റങ്ങൾ വരുത്തി. വേണമെങ്കിൽ 5.5 മണിക്കൂർ കൊണ്ട് ശ്രീനഗറിൽ നിന്ന് സിയാച്ചിനിലെത്തി അന്ന് തന്നെ മടങ്ങാം. കുടുംബക്കൂട്ടം കൊച്ചിയിൽ നിന്നും ഞങ്ങൾ ദുബായിൽ നിന്നും ഒരേ സമയം ശ്രീനഗർ എയർപോർട്ടിൽ ചെന്നിറങ്ങി. ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്തു വരുന്നത് പോലെയാണ് കൊച്ചിയിൽ നിന്നുള്ള വൻ സംഘത്തിൻ്റെ വരവ്. പുറത്ത് മഞ്ഞും മഴയും കാണുമെന്ന് കരുതി പലരും കട്ട് ജാക്കറ്റും മഴക്കോട്ടും ധരിച്ച് അന്യഗ്രഹ ജീവികളെ പോലെയാണ് വരവ്. നാട്ടിൽ കിട്ടാത്ത ഐസിൽ നടക്കേണ്ട ഷൂ തിരുവനന്തപുരത്തും കൊച്ചിയിലുമൊക്കെ പോയി വാങ്ങിയവർ ഇട്ട് മുതലാക്കാൻ അതിട്ടാണ് വരുന്നത്. അതിരാവിലെ തന്നെ വലിച്ചു കയറ്റി ഇട്ടതുകൊണ്ട് കാലിനല്പം വിങ്ങലുള്ളത് നടപ്പിലറിയാം. AK-47 കാവൽ നിൽക്കുന്ന പട്ടാളക്കാർ അവരെ കണ്ട് സ്പെഷ്യൽ കമാൻഡോസ് ആണെന്ന് തെറ്റിദ്ധരിച്ച് സല്യൂട്ട് അടിച്ചോ എന്നൊരു സംശയം. പുറത്തേക്കിറങ്ങിയ ഞങ്ങളെ എതിരേറ്റത് ചൂടും പൊടിയും. കേരളത്തിലെത്തിയ മൺസൂൺ പെയ്ത് ഇങ്ങെത്തണമെങ്കിൽ ഇനിയും ദിവസങ്ങളെടുക്കുമെന്ന് ഗൂഗിൾ ഭഗവാനോട് ചോദിച്ചറിഞ്ഞു. 90 ദിവസമായി ഒരു തുള്ളി ചാറിയിട്ടില്ലത്രേ. ഐസ് മൂടി ഒരു മല പോലും ശ്രീനഗറിൻ്റെ ചുറ്റളവിലില്ലെന്ന്. എല്ലാം ഉരുകി പുഴകൾ പോലും വറ്റിയിരിക്കുന്നു. കുടിവെള്ളത്തിനായി ജനങ്ങൾ റോഡ് ഉപരോധിക്കുന്നത് കൊണ്ട് അടുത്ത ദിവസത്തെ യാത്രയും സംശയത്തിലാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂടാണ് കാശ്മീരിലെന്നറിഞ്ഞ സംഘത്തിൻ്റെ കളിയും ചിരിയും മാറി. ചൂട് സഹിക്കാതെ കുട്ടികൾ തളർന്നതോടെ അമ്മമാർ രൗദ്രഭാവമെടുക്കുന്നത് കണ്ട് മുന്നിൽ നിന്ന് നയിച്ച അളിയൻ മെല്ലെ പിന്നിലേക്ക് വലിഞ്ഞു. സിയാച്ചിനിൽ ഇത്ര തണുപ്പുണ്ടാകുമോ അളിയ എന്ന എൻ്റെ ഊത്തു കേൾക്കാത്ത മട്ടിൽ അളിയൻ റിവേഴ്സ് ഗിയറിൽ തുടർന്നു. പക്ഷേ ചെന്നുപെട്ടത് മഴയത്ത് റിസോർട്ടിൽ ആഘോഷിക്കാനിരുന്ന കൂട്ടത്തിലേക്ക്. ഹോട്ടടിക്കേണ്ടവർ വാട്ടർ കുറച്ചു നേരം പുറത്ത് വയ്ക്കുക. ആ ഊത്തും അളിയൻ കേട്ടില്ലത്രേ. അടുത്ത 2 ദിവസം ശ്രീനഗറിൽ തന്നെ തങ്ങി വേണം പല സ്ഥലങ്ങളും കാണേണ്ടത്. ഏജന്റ് ഉഡായിപ്പാണോന്ന് വിളിക്കാൻ വന്ന വണ്ടി കണ്ടപ്പോഴേ തോന്നി.
ഹോട്ടൽ കണ്ടപ്പോൾ സംശയം പൂർണ്ണമായി. AC പല റൂമിലും ഹീറ്ററാണ്. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് കിട്ടും. വൈഫൈ കിട്ടാതായതോടുകൂടി ടീനേജേഴ്സും വയലൻ്റായി തുടങ്ങി. 30 വർഷം പുറകിൽ കഴിയുന്ന കാശ്മീരിലെ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൻ്റെ പ്രത്യേകത കൊണ്ട് ഞങ്ങളിൽ മിക്കവരുടെയും മൊബൈൽ വർക്ക് ചെയ്യുന്നില്ല. കാശ്മീരിനെ കുറിച്ച് വർണ്ണിച്ചയച്ച ഏജൻറ്റിൻ്റെ മെസ്സേജസിൽ ഇതൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ എന്നോർത്ത അളിയൻ ഗൂഗിൾ ഭഗവാനോട് പ്രാർത്ഥിക്കാഞ്ഞതിൽ സ്വയം ശപിച്ചു. അന്തിക്കള്ളടിക്കാനുള്ള സമയമായതോടെ കസിൻസ് എല്ലാം മറന്നൊത്തുകൂടി. സംഗതി എല്ലാം കയ്യിലുണ്ട്. പക്ഷേ ഐസുമായി ഇപ്പോഴെത്താമെന്ന് പറഞ്ഞു പോയ അളിയൻ്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. കാത്തിരുന്ന് മടുത്ത ഞങ്ങൾ ഗ്ലാസ്സിലിടാനുള്ള ഐസ് പോലും കാശ്മീരിൽ നിന്നില്ല എന്ന ദുഃഖ സത്യം തിരിച്ചറിഞ്ഞ അളിയൻ ബാവയ്ക്കും 41 കള്ളടിയന്മാർക്കും ചേസ് പറഞ്ഞ് അടി തുടങ്ങി. നീ നിന്റെ പാഠങ്ങൾ താനേ പഠിക്കാതെ നിൻഗേഹ പാഠങ്ങൾ ആരാഞ്ഞു നൽകിയാൽ നീ താനെ നാളെ കുറിക്കും പരീക്ഷയിൽ നിന്നുത്തരം നിന്നെ പൂജ്യനായി മാറ്റിടും. നിന്നുത്തരം നിന്നെ പൂജ്യനായി മാറ്റിടും.